ഇടുക്കി ജില്ലാ PSC ഓഫീസിന്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കേരള PSCയുടെ പ്രവർത്തനം ദേശീയ തലത്തിൽ തന്നെ മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിൽ നടന്ന യോഗത്തിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൗൺസിലർമാർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുല്യനീതിക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണ്. അത് നല്ല നിലയിൽ തുടരാൻ നമുക്ക് സാധിച്ചു. ആക്ഷേപങ്ങളുണ്ടാകാതെ നിയമനങ്ങളുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സുതാര്യതയോടു കൂടി പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജോലി സ്ഥിരതയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു. തൊഴിൽ സ്ഥിരതയുള്ള ജോലികളിലേക്ക് പ്രവേശിക്കാൻ അവസരം ഒരുങ്ങുന്നു. ഇത് മറ്റൊരു സംസ്ഥാനത്തിനും അത്ര എളുപ്പമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും മികവിൻ്റെയും ഭാഗമാണ്. ഇവിടെ സംസാരിച്ചല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ, അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും പല മേഖലയിലും നിയമനിർമ്മാണത്തിലൂടെയും അനുബന്ധമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ബോർഡുകളും ആ ബോർഡുകൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ചെയർമാന്മാരും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന കേരളത്തിൽ ഇക്കാര്യങ്ങൾ പ്രവർത്തനത്തിന് മികവ് പുലർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. ഏറ്റവും താഴെ തലം മുതൽ ഇന്ന് നിലവിലുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെയുള്ള എല്ലാ പോസ്റ്റിലേക്കും ഏതാണ്ട് 1500-ലധികം വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളുടെ ഭാഗമായി നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നടത്താൻ